ജീവിതത്തിൽ പല രസങ്ങളുണ്ടാകും, പ്രപഞ്ചത്തിൽ അത് മുഴുവനുണ്ട്. അത്രയും രസങ്ങളെ സംഗ്രഹിച്ചെടുത്താണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് കാണിച്ചിട്ടാണ്. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. സാധാരണ ഇതൊരു നന്നായിട്ട് വിശദീകരിക്കേണ്ടുന്നൊരു 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത ഈ ഊശാന്തടി സന്യാസിപ്പിക്കാനാണ്. അവനതിൻ്റെ ശക്തിയുണ്ട്. അതാണ് ശക്തി. അതാണ് പൊതുജനത്തിൻ്റെ ശക്തി, സാധാരണ ജനത്തിൻ്റെ ശക്തി. ആ ശക്തി ആദ്യം കാണിച്ചു. അതുകൊണ്ട് ഇദ്ദേഹം കാര്യം മനസ്സിലാക്കി. എന്നാലും അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു മണം ഉണ്ട്, കൈ തുടിക്കുന്നുണ്ട്, പുരിക ഇളകുന്നുണ്ട്, എന്തോ കോളുണ്ടെന്ന് അങ്ങേർക്ക് തോന്നി. അതുകൊണ്ട് അദ്ദേഹം തേര് നിർത്തിയിട്ട് സൂതൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഈ വേഷങ്ങളെല്ലാം അഴിച്ചു വെച്ചേക്കാം. രാജാവിൻ്റെ വേഷത്തിൽ ആശ്രമത്തിൽ കയറുന്നത് ശരിയല്ല, അതുകൊണ്ട് വേഷം അഴിച്ചു വയ്ക്കാം. ശരിയായോ? ആലോചിച്ച് നോക്കൂ. ദുഷ്യന്തനാണ്, കാളിദാസനാണിത് എഴുതുന്നത്. ആദ്യത്തെ കാര്യം, ആശ്രമത്തിൽ കുലവില്ലുമായി തേരോടിച്ചു പോയ ദുഷ്യന്തൻ രാജാക്കന്മാർക്ക് അരുതാത്ത 7 വ്യസനങ്ങളിലൊന്നാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. മൃഗയാ, പാടില്ലാത്ത. അവിടെ രാജാവ് അവൻ്റെ അതിര് വിട്ടു. ധർമ്മം വിട്ട രാജാവ്. ആദ്യം അവതരിപ്പിക്കുന്നത് ധർമ്മം വിട്ട രാജാവിനെയാണ്. പണ്ടത്തെ രാജാവല്ല, ഇന്നത്തെ രാജാവായാലും അത് തന്നെ. അതാണ് സാർവലൗകികമായ പാഠം. എന്നിട്ടോ വേഷം അഴിച്ചു വെച്ചിട്ട് ഒരു സാധാരണ യുവാവായിട്ട് പതുക്കെ അകത്തോട്ട് കയറുന്നു. അത് തന്നെ പ്രച്ഛന്ന വേഷമെടുത്തു രാജാവ്. സ്വന്തം വേഷം മറച്ചു. അത് അധാർമികമാണ്. ഞാൻ രാജാവാണ് എന്ന് കാണിക്കേണ്ടതാണ് ധർമ്മം. അവനത് ചെയ്തില്ല, അതും അധർമ്മമാണ്. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ പ്രായത്തിനൊത്ത കുടങ്ങളിൽ വെള്ളവുമേന്തിക്കൊണ്ട് 2 പെൺകിടാങ്ങളും കൂടെ അവരെ അതിശയിക്കുന്ന സൗന്ദര്യമുള്ള ഒരു പെണ്ണും നടന്നു വരുന്നു. ഒളിച്ചു നിന്ന് കണ്ടു. രാജാവിനത് ചേരുന്നതാണോ? അല്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. ഇവൻ നല്ല രാജാവാണെങ്കിൽ അധാർമികമായ ഇത്തരം കാര്യം ചെയ്യില്ല. ഒളിച്ചു നിന്ന് നോക്കി കണ്ട് രസിച്ച് ആസ്വദിച്ച്, അവിടുത്തെ വരികളൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരുത്തൻ ഒളിച്ചു നിന്ന് ആസ്വദിക്കുന്നതിൻ്റെ കലകൾ എന്തെല്ലാമാണെന്ന് 2-3 കൊച്ചു വരികളിലാണ് കാളിദാസൻ നാടകങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അധര കിസലയരാഗ കോമള വിടവാനുകാരിണു ബാഹു കുസുമമേ ലോഭനീയം യൗവനം അങ്കേഷു സന്നദ്ധം എന്നൊക്കെ എഴുതി വച്ചിരിക്കുക. 4 വരിയേ ഉള്ളൂ. ഈ 4 വരികൾക്കകത്ത് ശകുന്തളയെ കണ്ടപ്പോൾ ഇവനുണ്ടായ വികാരവും അനിയന്ത്രിതത്വവും അമിതമായ കാമവും എല്ലാം വരുന്നുണ്ട്. അത്ര ഗംഭീരമാണ്. അങ്ങനെ ഒളിച്ചു നിന്നിട്ട് ക്രമേണ, ഞാൻ ഓടിച്ചു പറയാം, ക്രമേണ ശകുന്തളയെ വശത്താക്കി. അതുവരെ എന്താണ് പ്രണയ ലീലകളെന്ന് ഒട്ടുമേ അറിയാതിരുന്ന ശകുന്തളയെ അധീനയാക്കി. അവൾക്ക് ജ്വരമായിരുന്നു, സുഖമില്ലായിരുന്നു, അതുപോലും വകവച്ചില്ല. അത് കാമജ്വരമായിരിക്കാം, എന്തായാലും. അതെവിടെ വെച്ച്? കണ്ണൂൻ്റെ ആശ്രമത്തിൽ വെച്ച്. ന ആതുരാം ന ധർമാരണ്യേ ന അശിക്ഷിത എന്നിങ്ങനെ ചരകൻ എവിടെയൊക്കെ സ്ത്രീ പുരുഷ ബന്ധം അരുത് എന്ന് വിധിക്കുന്നുവോ അവിടെയാണ് ഇത് നടക്കുന്നത്. ചരകസംഹിതയിൽ പറയുന്നുണ്ട്, ധർമാരണ്യത്തിൽ ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ സ്ഥാനത്ത് പാടില്ല, അശിക്ഷിതയായ ഒരു സ്ത്രീയോട് പെണ്ണിനോട് പാടില്ല, ആതുരയായവളോട് പാടില്ല. ഇതൊക്കെ പഴയ ധർമ്മമാണ്. ഇതെല്ലാം ഒരു രാജാവ് ഈ കൊച്ചാശ്രമത്തിനകത്ത് വെച്ച് നിർവഹിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. ഞാൻ ഇനിയും നീട്ടിയാൽ പന്തിയാവില്ലെങ്കിലും
ചുരുക്കി പറയാം, അവസാനം ഇവൾ ഗർഭിണിയാവുന്നു. അവളെ താതകന്വൻ അങ്ങോട്ട് അയക്കുന്നു. അവൾ അവിടെ ചെല്ലുന്നു. അപ്പോഴാണ് അറിഞ്ഞൂടാന്ന് പറയുന്നത്. ഒരു മോതിരമുണ്ട്. ആ മോതിരം മത്സ്യം വിഴുങ്ങിപ്പോയി. അടയാളം കാണിക്കണം എന്ന് പറയുന്നു. ആ അടയാളമാണ് പ്രശ്നം. ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. എന്തുകൊണ്ട് ദുഷ്യന്തൻ ഇവളെ മറന്നു? എന്തുകൊണ്ട് മറന്നു? ശാപം കൊണ്ട് മറന്നു. എങ്ങാണ്ട് ഒരുത്തൻ ശപിച്ചാൽ ഇങ്ങനെ മറക്കുമോ? ശപിച്ചതാര്? ദുർവാസാവ്. ദുർവാസസ്, ആ വാക്ക്. ദുഷിച്ച വസ്ത്രം. ദുഷിച്ച വസ്ത്രമാണ്. ധർമ്മത്തിൻ്റെ ദുഷിച്ച കഞ്ചുകം മൂടിയിരിക്കുന്ന ഇദ്ദേഹം എന്ന് ശകുന്തള ദുഷ്യന്തനെക്കുറിച്ച് 5-ാം അംഗത്തിൽ പറയുന്നുണ്ട്. ധർമ്മം എന്ന് പറയുന്ന ദുഷിച്ച കഞ്ചുകം, ദുഷിച്ച ഉടുപ്പിട്ടിരിക്കുന്നവൻ. നമുക്കിപ്പോൾ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അത്തരം ആളുകളെ കാണാം. ദുർവാസസ്സുകളെ കാണാം. ശകുന്തളയെ ശപിച്ചു എന്ന് പറയുന്ന ദുർവാസസ്, ദുഷിച്ച കഞ്ചുകം ഇതാണ്. എവിടുന്നാണ് കാളിദാസൻ ഇങ്ങനെ ഒരാശയം കിട്ടിയത്? കാളിദാസൻ ഇന്ത്യയുടെ അനാദിമമായ ശക്തിയുള്ള മസ്തിഷ്കമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേദത്തിൽ 10-ാം മണ്ഡലത്തിൽ വിവാഹസൂക്തത്തോട് ചേർത്ത് നീലലോഹിതം ഭവതി ദേഹിശാമൂല്യം എന്നിങ്ങനെ മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളിൽ പറയുന്നത് വധുവിൻ്റെ മലിനമായ വസ്ത്രം വരൻ തുടരുത്. കൃത്യ അവനെ ആവേശിക്കും. അവൻ പത്നിയെ വിസ്മരിച്ചു കളയും എന്നാണ്. ആ മലിനമായ വസ്ത്രം എന്നത് ദുഷ്യന്തൻ്റെ ഭാഗത്തായി. അത്രയേ വ്യത്യാസമുള്ളൂ. ദുഷിച്ച വാസസ്, ദുഷിച്ച വസ്ത്രം. അതായത് കർമ്മങ്ങൾ കൊണ്ടും ചിന്ത കൊണ്ടും നമ്മുടെ പ്രകടനങ്ങൾ, സ്വഭാവങ്ങൾ മാറിപ്പോകുന്നതിനാണ് വസ്ത്രം എന്ന് പറഞ്ഞത്. അങ്ങനെ മാറിപ്പോയ കഞ്ചുകം തൊട്ടതാണ് ദൈവത്തിന് പറ്റിയ കുഴപ്പം. അതായത് അങ്ങനെ മാറിപ്പോയ മനോഭാവം ഉണ്ടായതാണ് പ്രശ്നം. അധാർമികതയുണ്ടായി, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇവളിൽ സംശയം ഉദിച്ചത്. ആ അധാർമികത കൊണ്ടാണ്. ആലോചിച്ച് നോക്കണം. പണ്ട് വേദത്തിൽ തന്നെ ഇതിൻ്റെ സൂചനയുണ്ട്. ചുമ്മാതെ ഒരു ദുർവാസാവിനെ കൊണ്ട് കയറ്റിയതല്ല കാളിദാസൻ. വളരെ അർത്ഥവത്തായ ഭാഗമാണ്. മനുഷ്യൻ, ആണും പെണ്ണും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെടുമ്പോഴുണ്ടാകുന്ന പരമശുദ്ധമായ ഒരൈക്യമുണ്ട്. രണ്ടും ഒന്നായിരിക്കട്ടെ എന്ന് പറയുന്ന ഐക്യമാണ്. ആ ഐക്യത്തിൻ്റെ പ്രാർത്ഥന വേദത്തിലുണ്ട്. അത് മറന്നിട്ടാണ് ദുഷ്യന്തൻ ഇത് കാണിച്ചത്. അതുകൊണ്ട് എന്തു പറ്റി? അവന് ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ടു. അവൾ ശരിയായ കശ്യപാശ്രമത്തിലെത്തി. അവിടെ മകനെ വളർത്തി. അവിടെ മകനെ വളർത്തിയപ്പോൾ അവൻ സർവ്വധമനനായിട്ട് വളർന്നു. ശരിയാണ്. ഇവന് മക്കളില്ലാതെ ദുഃഖിക്കേണ്ടി വന്നു. നേരത്തെ പറഞ്ഞില്ലേ, പ്രജായൈ, മക്കളില്ലാത്ത ദുഃഖം. പുരൂരവസ്സിനുണ്ട്, ഇവിടെ ദുഷ്യന്തനുണ്ട്, ദിലീപാദികൾക്കൊക്കെയുണ്ട് മക്കളില്ലാത്ത ദുഃഖം. ഇന്ത്യയിലെ രാജാക്കന്മാരുടെയും പരമ്പരകളുടെയും ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന് നല്ല മക്കളില്ലാത്തതാണ്. ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ആനന്ദങ്ങളിലൊന്ന് മക്കൾ തീരെ കുറഞ്ഞതാണ്. വ്യത്യാസം നോക്കണം. ഈ മക്കളില്ലാത്ത ഈ അവസ്ഥയിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശകുന്തളയെയും പടം വരച്ച്, അവളുടെ ആശ്രമത്തിൻ്റെ പടം വരച്ച്, ആ പടം കണ്ട് കണ്ണീരൊഴുക്കുകയാണ്
ദുഷ്യന്തൻ പടം വരച്ച്. ഏതുപോലെ? അതിൻ്റെ കൃത്യൻ രൂപം ഇപ്പം നമുക്കുണ്ട്. ഇല്ലാത്ത പുഴയുടെ പടം വരച്ച്, ഇല്ലാത്ത കാടിൻ്റെ പടം വരച്ച് വനമഹോത്സവം നമ്മൾ കൊണ്ടാടുന്നില്ലേ? അതുപോലെ തന്നെ നമ്മളെല്ലാം ഇല്ലാത്തത് പടം വരച്ച് വെച്ച് കാണിച്ച് കൊണ്ടാടുക. പണ്ട് ഇതുണ്ടായിരുന്നു. കാളിദാസൻ ഇത് കൃത്യമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പടം വരപ്പിച്ച് വെച്ച് അത് നോക്കിയിട്ട് ചാലയെ മാലിനിയും മരാള മിഥുനം മേവും മണത്തിട്ടയും ചോലയ്ക്കപ്പുറമായി മൃഗങ്ങൾ നിറയും ശൈലേന്ദ്രപാദങ്ങളും. അത് കണ്ടിട്ട് ഇങ്ങനെ ഇത് വരയ്ക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് കരയുക, എൻ്റെ പ്രണയിനിയെ ഞാൻ കളഞ്ഞുപോയല്ലോ. അവസാനം സ്വർഗത്തിലേക്ക് പോകുന്നു ഇന്ദ്രനെ സഹായിക്കാൻ. ഇന്ദ്രനെ സഹായിച്ചിട്ട് മാതലിയോടൊത്ത് തിരിച്ചു വരുന്നു. തിരിച്ചു വരുംവഴി ഇങ്ങനെ ആകാശത്തിൽ ഒരു പ്രത്യേക ഭാഗത്തുകൂടെ വായുസ്കന്ധത്തിലൂടെ താഴേക്ക് വരുമ്പോഴുള്ള വർണ്ണനയൊക്കെ ഉണ്ട്. അപ്പോൾ മാതലി എന്ന് പറയുന്ന കൂടെ കൂടെ ഭൂമിയിൽ വന്ന് സ്വർഗത്തേക്ക് പോകുന്ന ഇന്ദ്രൻ്റെ തേരാളി ഡ്രൈവർ, അദ്ദേഹം പറയണം, അഹോ ഉദഗ്ര രമണീയ പൃഥിവി. മുകളിലോട്ട് വരുംതോറും രമണീയത കൂടുന്ന ഭൂമി. മുകളിലേക്ക് ചെല്ലുന്തോറും ഈ കാളിദാസൻ ഏത് സ്പുട്നിക്ക് കയറി സഞ്ചരിച്ചു എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. കവികളുടെ ദർശനം, കാലാന്തരങ്ങളും ലോകാന്തരങ്ങളും കാണാനുള്ള ദർശനശേഷി ഒരു കവിക്കുണ്ടെന്ന് കാണിക്കുന്നതിൽ ഒരുപാട് ഭാഗങ്ങൾ കാളിദാസൻ്റെ ഉണ്ട്. അത് മേഘസന്ദേശം വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകും. മേഘസന്ദേശമാണ് ഇതിനേക്കാളെല്ലാം ഉദാത്തമായ കൃതി എന്ന് ഞാൻ ഉച്ചത്തിൽ ലോകം മുഴുവൻ വിളിച്ചു പറയും. എനിക്ക് അത്രമേൽ അത് ഒരു ഹരമാണ്. കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷെ അത് മതി. പക്ഷേ ഇവിടെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതെവിടമാണ് എന്ന് ചോദിക്കും. കശ്യപാശ്രമമാണ്, മരീചൻ്റെ ആശ്രമമാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് പോവാം. സ്വർഗാത് അധികതരം നിർവൃതിസ്ഥാനം. സ്വർഗത്തിൽ പോയിട്ട് വരുന്നവൻ പറയുകയാണ് സ്വർഗത്തേക്കാൾ നിർവൃതിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിവിടെ വരുന്നു. കശ്യപാശ്രമത്തിൽ വരുന്നു. അവിടെ വച്ച് മകൻ സർവ്വധമനനെ കാണുന്നു, ശകുന്തളയെ കാണുന്നു, തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അവസാനം വേറെ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. മാരീചൻ എന്ന് പറയുന്ന കശ്യപൻ, അതായത് താതകണ്വൻ്റെ കുലത്തിൽപ്പെട്ട മൂത്തയാൾ, ആ കശ്യപനും അതിഥിക്കും കൂടെയാണല്ലോ ദേവന്മാരെല്ലാം പറഞ്ഞത്. ദേവപിതാവാണ് കശ്യപൻ എന്നാണ് പറയുന്നത്. പരമബുദ്ധിയുടെ തത്വം അതാണ് കശ്യപൻ. ലോകബുദ്ധിയുടെ തത്വമാണ് കശ്യപൻ. ആ ബുദ്ധിതത്വത്തോടാണ് ദുഷ്യന്തൻ എന്ന് പറയുന്ന അല്പബുദ്ധി ഇപ്പം ചെന്ന് നിൽക്കുന്നത്. ഇവിടെ ബുദ്ധിയുടെ കാര്യമാണ്. ശകുന്തളയും ഗായത്രിയും കൂടെ ഓർമ്മിച്ചാൽ ഇവിടെ എന്ത് സന്ധിക്കുന്നു എന്ന് ബാക്കി മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മാരീചൻ പറയുന്നുണ്ട്, ഇന്ദ്രൻ പ്രജകൾക്ക് വേണ്ടി നിന്റെ കർമ്മത്തിലൂടെ ധാരാളം മഴ പെയ്യിക്കട്ടെ. നീ പ്രജകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ദേവന്മാർക്കുള്ള കാര്യങ്ങളും ചെയ്യട്ടെ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുണ ചെയ്ത് ഈ മണ്ണിന് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും വരുത്തുമാറാകട്ടെ. ഇതെടുത്ത് നമ്മൾ പരിസ്ഥിതി പ്രവർത്തകർക്കും വികസന പ്രവർത്തകർക്കും കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതിയോട് ചെയ്യുക. കശ്യപൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിതത്വമാണ്. ആ ബുദ്ധിതത്വം എന്നത് നമ്മുടെ മേധയുടെ മുകൾ ഭാഗത്താണ്. അതിനെയാണ് സിദ്ധാശ്രമം എന്ന് വ്യവഹരിക്കുന്നത്. അത് ആകാശമണ്ഡലത്തിൽ ഇങ്ങനെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷെ ആ ബുദ്ധിതത്വത്തിൽ നിന്ന് ശരിയായ നേരായ മനസ്സിന്, സാത്വികമായ മനസ്സിന് പിറക്കുന്നവരാണ് ദേവന്മാർ. താമസമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിയിൽ പറക്കുന്നതാണ് അസുരന്മാർ എന്ന് പറയുന്നത്. ഇവിടുത്തെ വ്യാഖ്യാനം അങ്ങനെയാണ്. ആ കശ്യപൻ്റെ അടുത്തേക്കാണ് ഇന്ദ്രലോകത്ത് പോയിട്ട് ഇന്ദ്രനെ സഹായിച്ച് മടങ്ങി വരുന്ന ദുഷ്യന്തൻ ഇറങ്ങി. പഞ്ചേന്ദ്രിയങ്ങൾ ചെന്നിട്ട് അവിടുത്തെ ആസുരതയെ ജയിച്ചിട്ട് വരുന്നു.
ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇതേ വിഷയം എൻ്റെ ഒരു കവിതയുണ്ട്, ഗാന്ധർവം. ഞാൻ 93 എഴുതിയതാണ്, ശകുന്തളം മാത്രം വെച്ച്. ഇവിടെ ഞാൻ ശകുന്തള മഹാപ്രകൃതിയും ദുഷ്യന്തൻ അധികാരിയും, ശകുന്തള മാനസപ്രകൃതിയും ദുഷ്യന്തൻ അഹന്തയും, ശകുന്തള പ്രജയും ദുഷ്യന്തൻ രാജാവും എന്ന 3 ബിംബം വെച്ചാണ് ഈ കവിത എഴുതിയത്. അതിൽ ഈ ഭാഗം ഞാൻ പറയാം. മറനീക്കുക നീ വീണ്ടും അറിവായി ജന്മമേൽക്കുവാൻ, മറനീക്കുക നീ വീണ്ടും അറിവായി ജന്മമേൽക്കുവാൻ, അഗ്നിപക്ഷങ്ങളാൽ എൻ്റെ സിദ്ധിക്ഷേത്രത്തിലെത്തുവാൻ. ശകുന്തള അവിടെ നിന്നുകൊണ്ട് താഴെയുള്ള ദുഷ്യന്തനോട് പറയുകയാണ്, നീ കൂനിക്കൂടിയിരിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടി തപിക്കുന്നുണ്ട്. ആണിനെ ശുദ്ധീകരിക്കുന്ന ശക്തിയാണ് പെണ്ണ് എന്ന് ഞാൻ പറയാറുണ്ട്. ശകുന്തളയും ദമയന്തിയൊക്കെ അത്തരം ശക്തികളാണ്. വില്ലും അമ്പും എടുത്ത് ഉള്ളിൻ കറുപ്പെയ്തു മുറിക്കുക. ഇതാണ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നത്. വില്ലും അമ്പുമെടുത്ത് ഉള്ളിൻ കറുപ്പെയ്തു മുറിക്കുക, മാപ്പു ചോദിക്കുകൻ മാനിനോടും മാനിനിയോടുമേ, മാപ്പു ചോദിക്കുകൻ മാനിനോടും മാലിനിയോടുമേ, അഗ്നിശാലയിൽ എൻ താതപാദം കണ്ടു വണങ്ങുക, അരണ്യ സോദരന്മാരോട് അനുവാദമിരക്കുക, പച്ചിലത്തളിരാലൊന്നു തൊട്ടു നീ കണ്ണിൽ വയ്ക്കുക, ലതാഭഗിനിമാരോട് കുശലം ചൊല്ലി നീങ്ങുക, മാനസത്തെളിയിൽ മുങ്ങി സർവശുദ്ധിയെടുക്കുക. ഇതാണല്ലോ പ്രധാനം. മാനസത്തെളിയിൽ മുങ്ങി സർവശുദ്ധിയെടുക്കുക, വരികൻ്റെ പദം തേടി കാക്കുന്നേൻ ഏകവേണി ഞാൻ, ഭൂമി തൻ നെഞ്ചിലെ ചൂടായി, ഭൂമി തൻ നെഞ്ചിലെ ചൂടായി കിനിയും സൂര്യനെന്ന പോൽ നൽകാം എന്നിലുദിപ്പിച്ച നിന്നെ നിൻ ആത്മശോഭയെ. ആലോചിച്ച് നോക്കുക, നീ ഭൂമിയുടെ നെഞ്ചിലെ ചൂടായിട്ട് കിനിഞ്ഞു വീഴുന്ന സൂര്യനെപ്പോലെ എന്നിൽ ഞാൻ നിന്നെ ഉദിപ്പിച്ചിട്ടുണ്ട്. ആരാണ്? മകൻ. നിന്റെ ആത്മശോഭയുണ്ട്. നീ എന്നിലേക്ക് വന്നാൽ നിനക്കിനിയും ആത്മശോഭയുണ്ടാവും എന്നൊരർത്ഥം കൂടിയുണ്ട്. നിന്റെ മകനെ, എന്നിൽ ഉദിപ്പിച്ച നിന്റെ മകനെ നിനക്ക് തരാം എന്നർത്ഥം. അതവിടെയാണ് ഈ ഗാന്ധർവം എന്ന കവിത അവസാനിക്കുന്നത്. ശകുന്തള പറയുന്നതായിട്ടാണ്. എന്തിന്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും ശുദ്ധമാകുന്നത്, ഏറ്റവും സഫലമാകുന്നത് ഈ വിധത്തിലുള്ള ആത്മശുദ്ധി കൈവരുമ്പോഴാണ്. അറിവ് കൊണ്ടാണ് ആത്മശുദ്ധി നേടുന്നത്. ആ അറിവ് നേടാൻ സ്വർഗത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ഇന്ദ്രൻ കശ്യപാശ്രമത്തിലാണ് വരുന്നത്. ആത്മജ്ഞാനത്തിനാണ് വരുന്നത്. ആ ആത്മജ്ഞാനമാണ് അഭിജ്ഞാനം, തിരിച്ചറിവ്, സ്വയം ജ്ഞാനം. ശകുന്തളയെ തിരിച്ചറിയലല്ല, ആത്മജ്ഞാനമാണ്. പ്രത്യഭിജ്ഞാനം എന്ന് കശ്മീരി ശൈവ സിദ്ധാന്തക്കാർ പറയും. പ്രത്യഭിജ്ഞാന കാരിക എന്നൊരു കൃതി തന്നെയുണ്ട്.
ആ പ്രത്യഭിജ്ഞാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എല്ലാം അറിയും നീക്കിയിട്ട് ശരിയായ ആത്മബോധമുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ദേവനാകുന്നത്. ആ ദേവത്വത്തിലേക്കുള്ള ഗതി ചൂണ്ടിക്കാണിച്ചു തരിക എന്നതാണ് കാളിദാസൻ ചെയ്യുന്നത്. അതുകൊണ്ട് കാളിദാസൻ അദ്ദേഹത്തിൻ്റെ കൃതി അഭിജ്ഞാനശാകുന്തളം അവസാനിപ്പിക്കുന്നത് വളരെ രസമായിട്ടാണ്. പ്രവർത്തതാം പ്രകൃതിഹൃതായ പാർത്ഥിവ. പാർത്ഥിവന്മാർ, രാജാക്കന്മാർ പ്രകൃതിഹൃതത്തിനായി പ്രവർത്തിക്കുമാറാകട്ടെ. കാളിദാസൻ്റെ ഏറ്റവും വലിയ ഉപദേശമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രവർത്തതാം പ്രകൃതിഹിതായ പാർത്ഥിവ. സരസ്വതി ശ്രുതിമഹിത മഹീയസ. മഹീയസ്സുകളുടെ ശ്രുതിമഹിതയായ സരസ്വതി എല്ലാവർക്കും ക്ഷേമകരമായി പ്രവർത്തിക്കട്ടെ. സംശുദ്ധമായ വാക്ക് സരസ്വതി, സാഹിത്യം തന്നെ, വാക്ക്, അത് എല്ലാവർക്കും ഒരുപോലെ നന്നായി പ്രവർത്തിക്കുമാറാകട്ടെ. പിന്നെ എനിക്ക് നീലലോഹിതൻ പുനർജന്മം തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വേറെ തലങ്ങളിലാണ്. അതിരിക്കട്ടെ. ഇത്രയും പറയുന്നതിൽ നിന്ന് തന്നെ ഇനി ഒരുപാട് ശാകുന്തളത്തെക്കുറിച്ച് തന്നെ ഉണ്ട്. ശാകുന്തളം എടുത്ത് നോക്കുമ്പോഴാണ് എങ്ങനെ മനുഷ്യനെ തെറ്റുപറ്റാം, എങ്ങനെ തെറ്റ് പറ്റാതിരിക്കാം, എങ്ങനെ ഒരു പ്രകൃതി സംശുദ്ധമായിരിക്കാം, എങ്ങനെ ഒരു പ്രകൃതിയെ ദുഷിപ്പിക്കാം, എങ്ങനെ മനുഷ്യനിൽ ഒരുപാട് കാപഢ്യങ്ങൾ അറിയാതെ വന്നു പോകാം, എങ്ങനെ സംശയമുണ്ടാകാം, ഇതെല്ലാം വരുന്നത്. പക്ഷേ കർമാർപ്പണം കൊണ്ട്, സത്യാർപ്പണം കൊണ്ട് ഒരുത്തന് ഇതിനെല്ലാം മറികടക്കാൻ സാധിക്കും, എല്ലാത്തിനും അപ്പുറത്ത് പോകാൻ സാധിക്കും എന്ന് നമുക്ക് കാണിച്ചു തരാൻ അധികം പേരുണ്ടായിട്ടില്ല. അതിന് ഏറ്റവും കൂടുതൽ കാണിച്ചു തന്നത് ഇത് ചരിത്രമൊന്നുമല്ല, രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. സത്യത്തിൽ മാത്രം ഉറച്ചു നിന്നവൻ, എന്തുപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഉപേക്ഷിക്കാൻ മടി കാണിക്കാതെ ഇരുന്നവൻ. ആ ഒരു ക്യാരക്ടർ, ആ ഒരു സ്വഭാവം അപാരമാണ്. ഇതൊക്കെ ലോകത്തിന് വേണ്ടി നമുക്ക് മഹാത്മാക്കൾ ആദർശമാക്കി തന്നതാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കൂടെ പറയാം. സംഗീതം എന്ന് പറഞ്ഞാൽ കാളിദാസൻ്റെ കവിതയാണ്. ശ്രുതി സംഗീതം, വാക് സംഗീതം, ദർശന സംഗീതം, ജീവിത സംഗീതം, പ്രകൃതി സംഗീതം, മുഴുവൻ സംഗീതമാണ്. ഇത്രയും സംഗീതമയമായ, ഇത്രയും സർവാംഗസുന്ദരമായ ഭാഷ വായിക്കാൻ വേറെ യോഗം എന്നെപ്പോലുള്ള ഒരാളിന് കിട്ടിയിട്ടില്ല. കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ലോകത്തെ ഏറ്റവും വലിയ ആനന്ദപാഠവും, ഏറ്റവും വലിയ നൈതിക പാഠവും, ഏറ്റവും വലിയ അധ്യാത്മ പാഠവും, ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠവും എല്ലാം കാളിദാസ കവിതയിൽ നിഗുംഭിതമാണ്. അതുകൊണ്ട് ശമീവ ആഭ്യന്തര ലീനപാവക, കാളിദാസൻ്റെ തന്നെ പ്രയോഗമാണ്. ആഭ്യന്തര ലീനപാവകമായ ശമി, സമിത്ത്, അതുപോലെയാണ് കാളിദാസൻ്റെ വാക്ക്. കുമാരസംഭവത്തിലെ ഒരു വരിയാണിത്. ശമീവ ആഭ്യന്തരലീന പാവകാം. എന്തായാലും കാളിദാസ കവിത സംസ്കൃതത്തിൽ തന്നെ ആ സംഗീതത്തോടുകൂടി അല്പം പോലും കരടില്ലാതെ വായിക്കാനുള്ള യോഗം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരട്ടെ എന്നും, സാർവലൗകികമായ നമ്മളിന്ന് കാണുന്നത് പോലുള്ള മതപരമായ യാതൊരു കെട്ടുകളുമില്ലാതെ അതിനപ്പുറത്ത് സാർവലൗകികമായ സാക്ഷാത്തായ സത്യസൗന്ദര്യങ്ങൾ കാണാൻ അവർക്ക് അതിലൂടെ ഇടപെടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ മഹായോഗം തന്ന നമ്മുടെ ഗുരുനാഥനെയും ഗുരുവിൻ്റെയും
നമ്മുടെയും ആചാര്യനെയും നിങ്ങളിലുള്ള ആചാര്യന്മാരെയും എല്ലാ സഹോദരങ്ങളെയും വിനീതമായി നമസ്കരിക്കുന്നു. പിഴകൾ പൊറുക്കത്തക്കതല്ല. എനിക്ക് പിഴ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താനും തയ്യാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.